ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നാൾ സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനുശേഷം ദേവരെ പോലെ ഓടിച്ചാടി നടക്കാം. 9ാം ക്ലാസ്സിന് ശേഷം എന്റെ മോള് നടന്നിട്ടില്ല സാറേ. ഇനി ഇവളെവിടെയെങ്കിലും ഇരിക്കുമെന്ന സംശയം. നമുക്ക് നോക്കാം. ശരി, ഇനി നമുക്കൊന്ന് നടന്നു നോക്കാം. വാ. മെല്ലെ. കൂടപ്പിറപ്പാവാൻ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണതൊന്നും ഇല്ലല്ലേ. കൊച്ചു നോക്കടാ, എനിക്കിപ്പോ നടക്കാം. ഇനി വീട് പണിത് കൊടുക്കല്ലേ? എങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ ഇതെല്ലാം. ആരാ പറഞ്ഞ? പ്രതീക്ഷയുണ്ട്, പ്രതിഫലമുണ്ട്. പ്രതിഫലം കണ്ടില്ലേ? ആ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തെക്കാൾ വലിയ എന്ത് പ്രതിഫലമാണ് ഉള്ളത്? അല്ല പോണ്ടേ? ഇന്ന് സൺഡേ അല്ലേ? 8 മണി വരെ നീ ഫ്രീ അല്ലേ? നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എങ്ങോട്ടാ? ഇവിടെ അടുത്താ, പോസ്റ്റ് ഓഫീസിന്റെ അവിടെ. ഒരു അടിപൊളി സ്ഥലാ. അത് വേണ്ട. അത് വേണം. വേണ്ടാന്നേ. നീ വാ. അവൻ അങ്ങനെയാ. ഞാൻ വൈകിട്ടാ കല്യാണം കഴിച്ചേ. അവൻ ജനിക്കുമ്പോ എനിക്ക് 35 വയസ്സാ. ഇപ്പോഴാണെങ്കി എനിക്ക് ഒന്നിനും വയ്യ. അവൻ ആ ഒരു വിചാരം വേണ്ടേ? ഒരു പോക്ക് അങ്ങോട്ട് പോയാ പിന്നെ എപ്പോഴാ വരികന്ന് ഒരു പിടിയില്ല. അമ്മേ, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാനത് അങ്ങോട്ട് മറന്നു. ഞാനേ ശർക്കര ചായ എടുക്കാം. നീ പറയണ്ടേ കുട്ടി, നീ എപ്പോഴും ഇവിടെ വരുന്നതല്ലേ. അമ്മേ, പലഹാരം വല്ല ഇരിപ്പുണ്ടോ? നോക്കാം. വാടോ. ഇവിടെ പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനമൊന്നുമില്ലേ? ആശയങ്ങളും ആദർശങ്ങളും പുസ്തകങ്ങളിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാ ഞാൻ ആദ്യം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞത്. സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്താ, ഒരു വീടുണ്ടല്ലോ, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരമ്മയും. മോളുടെ വീട് എവിടെയാ? എനിക്ക് വീടില്ല, ഞാൻ ആശ്രമത്തിലാ. സാരില്ല മോളെ, മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഇത് മോളുടെയും കൂടി വീടല്ലേ. പാവ അമ്മ ഒറ്റയ്ക്കല്ലേ? നേരത്തിനൊക്കെ ഒന്ന് വീട്ടിലെത്തിക്കൂടെ? പാവമാണ്. എത്ര വൈകിയാലും അമ്മ എന്നെ കാത്തിരിക്കും. പിന്നെ മിക്കവാറും എന്നെ പുറത്താക്കി തന്നെ അമ്മ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന തോന്നുന്നേ. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അസൂയ തോന്നുന്നേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ. അമ്മയുടെ കാര്യമാണ്. അപ്പൊ ഇന്ന് പറയാൻ വെച്ച ഒരു കാര്യം കഴിഞ്ഞല്ലോ.
എന്നാ ഞാൻ പോട്ടെ. നാളെയാ സാഹിത്യോത്സവം. ഒരുപാട് പണിയുണ്ട്. നാളെയാണല്ലേ? ആരൊക്കെ വരുന്നുണ്ട്? അഴീക്കോട് സാറ്, മേരി ടീച്ചർ, പിന്നെ നമ്മുടെ സ്ഥിരം കക്ഷികൾ. സാറും ഉണ്ടോ? അപ്പൊ നല്ല ആളും ഉണ്ടാവൂലോ. ആ, ഇപ്പോഴത്തെ വിവാദ നായകനല്ലേ. എടോ, ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ജാനറ്റിന്റെ കാര്യം താനെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ ചിന്തിച്ചു തന്നെ. താങ്ക്സ്. അത് ശരി, താങ്ക്സ് മാത്രമേ ഉള്ളൂ. ശരി, താൻ പറ എന്താ വേണ്ടേ? ഒരുമാതിരി ആവശ്യങ്ങളൊന്നും പറയരുത്. എനിക്ക് തനിക്ക് എനിക്ക് ഊട്ടി കാണണം. ഊട്ടിയോ? അതാണോ? താൻ പോയി കാണടോ. ഒറ്റയ്ക്ക് കാണാൻ പേടിയാ. എന്നാ ഫസീലിനും കൂട്ടിക്കോ. അങ്ങനെ ഓടിപ്പോയി കണ്ടുവരാനല്ല, എനിക്ക് മുഴുവനും നടന്നു കാണണം. പിന്നെ ഞാൻ ചോദിച്ച ഫസീലയോടല്ലോ. ശരി, ഞാൻ കൊണ്ടുപോവാം. നാളത്തെ ദിവസം കൂടി കഴിയട്ടെ. എന്നാ ഞാൻ പോട്ടെ. ആ, എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, പക്ഷെ ആകെ മൊത്തം ഒരു പ്രണയം കൂടുന്നുണ്ടോന്നൊരു സംശയം. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ പ്രണയത്തെ കുറിച്ച് എഴുതുന്നത്. അതല്ല, കണ്ണെഴുതുന്നു, പൊട്ടു തൊടുന്നു, സംസാരത്തിലാണെങ്കിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ കടന്നു വരുന്നുണ്ട്. ദേ പ്രിയ, വേണ്ട കേട്ടോ. പിന്നല്ലാതെ നിങ്ങൾ നല്ല മാച്ചാന്നേ, സഖാവും ബുദ്ധിജീവിയും. നീ വായിക്കണ്ട, എന്റെ ബുക്കിങ് തന്നെ. എന്നാ അതെ, ഞങ്ങളും ചോറ് എന്നെ ഉണ്ണണേ. നീ ആളോട് പോയി പറവണ്ണേ, ആൾക്കും നിന്നെ ഇഷ്ടാ, കണ്ടറിഞ്ഞൂടെ? അത് പിന്നെ നീ എന്തിനു വേണ്ടി കാത്തിരിക്കുക? മോളെ നോക്കിയിറങ്ങട്ടാ. എന്നാ ശരി ട്ടാ, വൈകിട്ട് കാണാം. ഹാപ്പി ബർത്ത്ഡേ. ഓ അതിന്നാലേ. ഞാൻ മറക്കില്ലല്ലോ. എവിടെ മിഠായി? എവിടെ? വാ, വാങ്ങിത്തരാം. നിക്ക് ഇപ്പൊ വേണ്ട, നീ എനിക്ക് പിന്നെ വാങ്ങി തന്നാ മതി. എനിക്ക് ഇന്ന് ഈ ക്യാമ്പസ് മുഴുവൻ ഒറ്റയ്ക്കൊന്ന് നടക്കണം. ജാനറ്റ് മാഡം സ്മാർട്ടായല്ലോ. പിന്നല്ലാതെ ഇവരെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ? കണ്ടില്ലേ ഇന്നൊരാള് സുന്ദരി കുട്ടിയായി ഒരുങ്ങി വന്നിരിക്കുന്ന ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഗേളോ? ആന്നേ. എന്നിട്ട് മിഠായി ചോദിച്ചപ്പോ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പൊ വേണ്ട, ഉച്ചയ്ക്ക് മതി അല്ലേ സഖാവേ? അത് ശരിയാ, അപ്പോഴേക്കും ഇതിന്റെ തിരക്കൊക്കെ കഴിയും. അതാണ്. ഓക്കെ. എന്നാലേ നിങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കെ ഞാനൊന്ന് നടന്നിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ആ, എന്നാ ഞാൻ പോട്ടെ. എടോ, ആ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. താൻ ഫ്രീ ആണോ? ആ, എന്നാ വാ, എങ്ങോട്ട്? നമുക്കേ ഊട്ടി പോ. ഊട്ടി പോവാനോ? അതെ, ഇന്ന് തന്റെ പിറന്നാളല്ലേ. തനിക്ക് എന്ന വാക്ക് ഇന്ന് എന്നെ നിറവേറ്റാം. ഇന്ന് പോണോ? ഇതിനേക്കാൾ നല്ല വേറെ ഏത് ദിവസമാണോ ഉള്ളത്? അല്ല, തിരക്കൊക്കെ അല്ലേ? തിരക്കാവുമ്പോഴേക്കും തിരിച്ചു വരാം. എന്നാ വാ.
പല സ്ഥലങ്ങളിലാ ചിതറിക്കിടക്കുക. ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ആരെയും ഒത്തുകൂടാൻ സമ്മതിക്കരുത്. തകർത്തല്ലേ ദേഹണ്ട എന്താ ഭംഗിയില്ലേ? ശരിയാ. ഇത് മറ്റേ കണിമംഗല സ്റ്റീഫൻ അല്ലേ? അതെല്ലോ. ഇവനെന്താ ഇവിടെ? എന്തോ പ്രശ്നമുണ്ട് ട്ടാ. വാടാ. ജീവൻ എവിടെ? അവിടെ അല്ലേ? കാര്യം പറ. എന്താ പ്രശ്നം? എന്താ? ഒരു പ്രശ്നമുണ്ട്. എന്ത്? നീ നോക്കിയിട്ട് വാ. ശരി, ഞാൻ നോക്കട്ടെ. ഇതുപോലൊരു സ്ഥലത്ത് വേണം എൻ്റെ വീട്. കാടിനുള്ളിലോ? കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്നൊരു സ്ഥലം. അതിന് നടുക്ക് ദ്വീപ് പോലൊരു പൂന്തോട്ടം. നിറയെ ചെടികളും മരങ്ങളും കിളികളും പൂക്കളും പൂമ്പാറ്റകളും ഒക്കെയുള്ളൊരു തോട്ടം. അതിന് നടുവിലായി ഒരു കൊച്ചു വീട്. തന്റെ ആശ്രമവും ഇതുപോലെയായിരുന്നു? ഒരു ദിവസം ഒരു കാര്യം പറയാൻ പാടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? നാളെ പറയാം. ശരി, അപ്പൊ കാണാത്ത ദിവസങ്ങൾക്കുള്ളതെല്ലാം ഒരെഴുത്തായി എഴുതി വെച്ചാ മതി. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ശരി, ഇന്ന് തന്റെ ബർത്ത്ഡേ അല്ലേ? എന്നാ ഒരു ഡിസ്കൗണ്ടാ തരാം. ചേട്ടാ, കോളേജിൽ ബീഡി വലിക്കാൻ പാടില്ല കേട്ടോ. ചേട്ടാ, കോളേജിൽ ബീഡി വലിക്കാൻ പാടില്ല. തന്നോടല്ലേ പറഞ്ഞ കോളേജിൽ ബീഡി വലിക്കാൻ പാടില്ല? പിന്നെ പറയാമെന്ന കാര്യം പറ. അത് പറ. എനിക്ക് തനിക്ക് എന്താടാ അവിടെ 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 പിള്ളേരെയൊക്കെ തല്ലി തലയൊക്കെ പൊട്ടി. നീ വാ.
സ്റ്റീഫ കുറവാണല്ലോ. നിനക്ക് ഞാൻ മതിയടാ. ചവിട്ടിക്കൂട്ടറാണ്.
ഞാനിവിടെ ഉള്ളപ്പോൾ ഇതൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ മറന്നുപോയി.